ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ആദ്യമേ തന്നെ ഇസ്രായേൽ ഹമാസ് ആ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. കാരണം അവിടെ ട്രംപിൻ്റെ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട പീസ് അക്കോർഡ് അത് രണ്ടാം ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും നമുക്കൊരു പിടുത്തവുമില്ല. ആ രീതിയിലാണ് പൊതുവിൽ അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലി. അപ്പോൾ ആ സമാധാന പ്രക്രിയയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചുകൊണ്ട് ട്രംപ് ആ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ സോൾജേഴ്സ് തന്നെ IDF ഉദ്യോഗസ്ഥർ നേരിട്ട് ഗാസയ്ക്കുള്ളിൽ റെസ്ട്രിക്റ്റഡ് ഏരിയ, അതായത് ഈ യെല്ലോ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഗാസ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് പോയി ഇസ്രായേലിൻ്റെ ബന്ദികളെ സെർച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് അവസാനത്തെ ബന്ദിയുടെ ബോഡി വരെ അവിടെ നിന്ന് തിരഞ്ഞ് കണ്ടെത്തി കൊണ്ടുപോയി. അപ്പോൾ അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ദികളുടെ മൃതശരീരങ്ങളോ അല്ലെങ്കിൽ ബന്ദികളോ ഹമാസിൻ്റെ പക്കലില്ല. അതാണ് ഹമാസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അതേസമയം ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 700-ലധികം പാലസ്തീൻ തടവുകാരുടെയും അതേപോലെ തന്നെ ഈ ഒക്ടോബർ 7, 2023 ശേഷം പാലസ്തീനിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ അതുപോലെ തന്നെ അതിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ മൃതശരീരങ്ങൾ അതാണിപ്പോൾ ഇവർ അന്വേഷിക്കുന്നത്. 700-ൽ പരം മൃതശരീരങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഹമാസിൻ്റെ വാദം. ഇതിനെ ബന്ദികളായിട്ടാണ് ഹമാസ് കണക്കാക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് അവർ ചിന്തിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ മേളിൽ ഇനി പ്രഷർ ഒന്നും ഇടാനില്ല, നോ മോർ സമ്മർദ്ദങ്ങൾ. അപ്പോൾ അങ്ങനെ പ്രഷർ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രഷർ ഹമാസിൻ്റെ മേളിൽ ഇടുകയാണ്. അതായത് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം. യെസ്, ഞങ്ങളുടെ ബന്ദികളെയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മോചിപ്പിച്ച് കൊണ്ടുവന്നു, പക്ഷേ നിങ്ങൾ ആദ്യത്തെ കരാറിൽ പറയുന്നത് പോലെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം, ഹമാസ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിവാവണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഹമാസ് യോജിക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ ഒരു വാദം ഉയർത്തുകയാണ്. അതായത് 1967 മുതലേ ഉള്ള മൃതശരീരങ്ങളെല്ലാം തന്നെ ഇവരുടെ പക്കലുണ്ട്, ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഹമാസിൻ്റെ വാദം. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള ഒരു ഡേറ്റ അവർ തയ്യാറാക്കി പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള പാലസ്തീനികളുടെ, അതായത് ഈ അറബുകളുടെ സെമിറ്ററി, അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ സ്ഥലങ്ങളിൽ നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഈ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള മൃതശരീരങ്ങളാണ്. അപ്പോൾ അതിനെ കുഴിച്ചിട്ടത് കൊണ്ടാണ് അവർ നമ്പർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് പറയുന്നത്. കുഴിച്ചിട്ടിരിക്കുന്ന മൃതദേഹത്തിൻ്റെ റെക്കോർഡ് പ്രൂഫ് ഇസ്രായേലിൻ്റെ പക്കലുണ്ട്, പക്ഷേ അത് നമ്പർ ഇട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ സെയിം നമ്പറാണ് ഐഡൻറ്റിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഈ കുഴിമാടങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പം ഹമാസ് അതിനെ ഒരു പ്രൊപ്പഗൻഡയായിട്ട് ഇപ്പം നറേറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഇപ്പം ഇവർ മരിച്ചുപോയ ആൾക്കാർ, അവർ കുറേ ആൾക്കാരെ കുഴിച്ചിട്ടിട്ടുണ്ട്, കുറേ ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാദം. ഇപ്പം അതിനെ ചോദിച്ചുകൊണ്ട് അടുത്തൊരു റൈവലറിക്ക് തുടക്കം കുറിക്കുകയാണ് ഹമാസ്. ഇതാണിപ്പം നിലവിൽ ഇസ്രായേലും ഹമാസും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനെ തുടർന്ന് ലെബനൻ്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെബനനും ഇസ്രായേലും തമ്മിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ ഏരിയകളിലാണ് ഈ കടന്നുകയറ്റം നടക്കുന്നത്, എതിലേക്കൂടെയാണ് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് ഹെസ്ബുള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ തുടർച്ചയായിട്ട് ലെബനൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരണം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ. അത് കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെ തുടർന്ന് ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ, ഈ വെച്ചിരിക്കുന്ന ഫൂട്ടേജസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ്. ഇപ്പോഴും ഇസ്രായേൽ ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ തുടരുകയാണ്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ അഹമ്മദാബാദിൽ നിന്നും UK പോകാൻ വേണ്ടിയിട്ട് ഒരു വിമാനം പുറപ്പെട്ട്, അതായത് 2025 ജൂൺ 12-ാം തീയതിയാണ് ഈ ഫ്ലൈറ്റ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ആവുന്നത്. അത് ടേക്ക് ഓഫ് ആയി വളരെ വൈകാതെ തന്നെ വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ അത് തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിൽ വീണ് പൊട്ടിത്തെറിച്ച് അതിലുള്ള യാത്രക്കാർ മുഴുവനും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഒരേ ഒരു വ്യക്തി മാത്രമാണ് അതിൽ നിന്നും നാരോ എസ്കേപ്പ് ആയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഫ്ലൈറ്റിൻ്റെ അപകടത്തിനുള്ള കാരണം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സിമിലർ എറർ ഫെബ്രുവരി 2-ാം തീയതി UK നിന്നും ഇതേപോലെ എയർ ഇന്ത്യയുടെ 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ടേക്ക് ഓഫ് ചെയ്യാനിരുന്ന സാഹചര്യത്തിൽ ആ പൈലറ്റ് ഈ നോബ് ചെക്ക് ചെയ്യാണ്. എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺട്രോളർ നോബ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഓഫായി കിടക്കുന്നതായിട്ട് പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ നോബിനൊരു പ്രത്യേകതയുണ്ട്, ഇത് സേഫ്റ്റി ആപ്ലിക്കേഷൻസ് ഉള്ള നോബാണ്. എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ കൊടുക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു നോബ് കോക്പിറ്റിൽ കയറി ആരും ഓഫ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് കണ്ടെത്തുകയും
അത് കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഇന്ത്യൻ ഏവിയേഷൻ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ബോയിങ് കമ്പനിയുമായിട്ട് ഇന്ത്യൻ ഏവിയേഷൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം മിസ്റ്റേക്കാണ് അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന ആ ഡ്രീം ലൈനർ എയർക്രാഫ്റ്റിന്, ബോയിങ് എയർക്രാഫ്റ്റിനും സംഭവിച്ചത്. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. അതായത് ഫെബ്രുവരി 2-ാം തീയതി ടേക്ക് ഓഫ് ആവാനിരുന്ന ആ ഒരു ഫ്ലൈറ്റിലാണ് ഈ മിസ്റ്റേക്ക് കണ്ടെത്തിയത്. അപ്പോൾ ഇതിന് സേഫ്റ്റി ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് ഇത് ജസ്റ്റ് പുള്ള് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് റബ്ബർ കോർക്ക് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് അതും കൂടി ഫിക്സ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പറേഷണൽ കൺട്രോൾ ആവുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള സേഫ്റ്റി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു നോബാണ്. അതായത് ഈ സ്വിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള നിലയിലാണ്, ഒരു അറ്റൻഷൻ എന്നുള്ള നിലയിലാണ് ഈ സേഫ്റ്റി ആപ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് മറ്റുള്ള സ്വിച്ചുകൾ ഇടുന്ന പോലെ ഇത് പെട്ടെന്ന് അങ്ങനെ തട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് മോളോട്ടാക്കാനോ കഴിയില്ല. റൺ മോഡിൽ കിടന്ന ഒരു സ്വിച്ച് എങ്ങനെയാണ് ഐഡിൽ ആയത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ തുടർന്ന് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയില്ല, മറ്റൊരു ഫ്ലൈറ്റിലേക്കാണ് യാത്രക്കാരെയൊക്കെ കയറ്റി അയച്ചു വെച്ചത്. ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ നടന്ന ഈ ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൽ പൈലറ്റിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എയർക്രാഫ്റ്റുകളിലൊക്കെ ടെക്നിക്കൽ ഡിഫക്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്സിലൂടെയും ഇതുപോലത്തെ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിലും ഇതുപോലത്തെ ഒരു ഡിഫക്റ്റ് ആണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു അനുമാനത്തിലേക്കാണ് എയർ ഇന്ത്യ അതേപോലെ തന്നെ ഇന്ത്യൻ ഏവിയേഷൻസ് ഒക്കെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന് മനസ്സിലാക്കേണ്ടത് പൈലറ്റിന്റെ മിസ്റ്റേക്ക് അല്ല, ഇത് ഫ്ലൈറ്റിന്റെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയാണ് ഇപ്പം വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇതിനകത്ത് എന്തോ ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് ഇനി റിവീൽ ചെയ്യേണ്ടത് ബോയിങ് കമ്പനിയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തേണ്ടത്. അതുപോലെ ബലൂചിസ്ഥാൻ മേഖലയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, അവിടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ തുരുതര അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഈ നഗരങ്ങളുടെ മീതെയൊക്കെ പറക്കുന്നുണ്ട്. പക്ഷേ അവർ തുരുതര അടിച്ചിടുകയാണ് ഇതിനെയൊക്കെ. പാകിസ്ഥാന്റെ മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് അവിടെയൊക്കെ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സിറ്റികൾ മൊത്തം BLA തന്നെ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ബലൂചിസ്ഥാന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് 280 പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 35 BLA സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിരവധി പേര് സ്വയമേ പൊട്ടിത്തെറിക്കാൻ പോയതാണ്. അതും കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് പറയേണ്ടതുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് 35 പേര്. പാകിസ്ഥാന്റെ മിലിറ്ററി ക്യാമ്പ് ഗലൻഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മിലിറ്ററി ക്യാമ്പ് BLA ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. അതായത് നോഷ്കി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി BLA മൊത്തത്തിൽ കൺട്രോളിൽ എടുത്തിരിക്കുകയാണ്. അവിടെ പട്രോളിംഗ് നടത്തുകയാണ്. അവരുടെ ഈ BLAയുടെ പട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതായത് 2 വീലർ പ്ലസ് 4 വീലേഴ്സ്, ഇതിലാണ് ഇവരുടെ പട്രോളിംഗ്. ഇത് തുടർച്ചയായിട്ട് ഈ നോഷ്കി എന്ന് പറഞ്ഞ സിറ്റി ഇവർ ക്യാപ്ചർ ചെയ്തിട്ട് അവിടെ പട്രോളിംഗ് നടത്തുകയാണ്. അവിടെ പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ പരിസരത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താണ് ഇവർ. അതുപോലെ പോലീസുകാരെയും അവിടെ നിന്ന് അവർ ഒഴിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ബലൂച്ച് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 5 സിറ്റികളാണ് ഇപ്പോൾ ഇവർ കൈക്കലാക്കിയിരിക്കുന്നത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി. പാകിസ്ഥാൻ വൻ പരാജയമാണ്. ശരിക്കും പാകിസ്ഥാന്റെ ആർമി തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ് BLAക്ക് മുന്നിൽ. ഇനിയിപ്പോൾ പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ബോംബിടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജനങ്ങൾക്ക് മേളിൽ തന്നെ എയർക്രാഫ്റ്റ് പ്രയോഗിച്ച് ബോംബിട്ടെന്നുള്ള ഒരു പേരുദോഷം കൂടി കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ ആർമിക്ക്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ശരിക്കും പാകിസ്ഥാന്റെ ആർമി വൻ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നോഷ്കി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ നിന്നും 36 കിലോമീറ്റർ നീങ്ങിയാണ് ഈ ഗലൻഗൂർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ആ 36 കിലോമീറ്റർ നീങ്ങിയുള്ള ഗലൻഗൂർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലെ മിലിറ്ററി ക്യാമ്പാണ് BLA ഇന്നലെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് 12% ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ ട്രേഡ് $155.6 ബില്യൺ വർത്ത് വരുന്ന ഒരു ട്രേഡാണ് ഇതിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയാണ്, കയറ്റുമതി കുറവാണ്. അതും കൂടി നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഓവറോൾ ട്രേഡ് എക്സ്പാൻഷൻ 12% ഇൻക്രീസ്ഡ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ അടക്കമുള്ള ഒരു ടീം അമേരിക്കയിലുണ്ട്. അമേരിക്കയുമായിട്ട് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ ഓക്കെ ആയിരിക്കുകയാണ്. റെയർ എർത്ത് എലമെന്റ്സിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പം ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതുപോലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിലാണ് ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ചർച്ച നടന്നത്. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും റെയർ എർത്ത് എലമെന്റ്സ് വിഷയത്തിൽ പാക് സിലിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട് അമേരിക്കയ്ക്ക്. ആ പാക് സിലിക്കയിൽ ഇന്ത്യയെ മെമ്പറായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. അത് ഒഫീഷ്യലി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പാക് സിലിക്ക എന്താണെന്നും പാക് സിലിക്കയുടെ ഫുൾ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കയറിയിട്ട് പാക് സിലിക്ക എന്ന് അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ വരും, നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ
സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ചർച്ച. അതായത് സൗദി അറേബ്യയിൽ എത്തിയത് വേറൊന്നും കൊണ്ടല്ല, ഈ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വെച്ച് നടന്ന അറബ് ലീഗ് മീറ്റിംഗ്, അതിനെ തുടർന്ന് സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻവിറ്റേഷൻ പ്രകാരമാണ് NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ചിരിക്കുന്നത്. കാരണം UAE-യുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷൻഷിപ്പ് അത് സൗദി അറേബ്യയെ വിട്ടുമാറി ഒരിക്കലും UAE-ക്ക് മാത്രമായിട്ട് ഇന്ത്യ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് സൗദി അറേബ്യയുടെ സൈഡിൽ നിന്നും ഇന്ത്യക്ക് നേരെ വരുന്നുണ്ട്. അതിന്റെ സൂചനയാണ് ഈ ഇൻവൈറ്റ്. ഈ ഇൻവൈറ്റിൽ ശരിക്കും 2 വിഷയങ്ങൾ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഒന്ന്, ഈ ഐമാക് കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ആ കോറിഡോർ യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ അത് സൗദിക്കും UAE-ക്കും ഇന്ത്യക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടാണ് ഐമാക് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗദിയും UAE-യും തമ്മിലുള്ള നിലവിലുള്ള പ്രശ്നമുണ്ടല്ലോ, അത് പ്രശ്നമായിട്ട് നിലനിർത്തുകയും, അതായത് ഐമാക് കോറിഡോർ ഈ 2 രാജ്യങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടന്ന് ഇഴയാൻ പാടില്ല. അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സൗദി അറേബ്യ എടുക്കണം. അപ്പൊ അങ്ങനെ പെഹൽഗാം ആക്രമണത്തിനെയും അതുപോലെ തന്നെ ഏപ്രിലിൽ റെഡ് ഫോർട്ടിന് മുന്നിൽ വെച്ച് നടന്ന ആ ഒരു തീവ്രവാദ ആക്രമണത്തിനെയും അപലപിച്ചിട്ടുണ്ട് സൗദി അറേബ്യ. അത് അപലപിച്ചതോടുകൂടി നിൽക്കാതെ ക്രോസ് ബോർഡർ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സൗദി അറേബ്യ എടുക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. തീവ്രവാദത്തിനെതിരെയുള്ള പ്രവർത്തനമായതുകൊണ്ടാണ്, നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയതുകൊണ്ടാണ് NSA അജിത് ഡോവലിനെ ആദ്യം അയച്ചു വെച്ചത്. ഈ വിഷയത്തിൽ ഒരു നീക്കുപോക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർസ്റ്റാൻഡിംഗ് 2 രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ്, പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയർ അംബർല. അതിൽ ഇന്ത്യക്കെതിരെയുള്ള ക്രോസ് ബോർഡർ തീവ്രവാദം വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ അതിനെതിരെ സൗദി അറേബ്യ ഒരു നിലപാടും എടുക്കില്ല, ഇന്ത്യക്കെതിരെ ഒരു നിലപാടും ഈ ക്രോസ് ബോർഡർ തീവ്രവാദത്തിനെതിരെ എടുക്കില്ല എന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പ് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് സൗദി അറേബ്യയുടെ റിലേഷൻഷിപ്പിൽ നമ്മളുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റോട് കൂടി, എക്കണോമിക് താല്പര്യത്തോടു കൂടി നമുക്ക് എക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് വ്യക്തമായിട്ട് പറയാനും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാനുമാണ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യൂറോപ്പുമായിട്ടുള്ള ഒരു ട്രേഡ്, അതായത് നമുക്ക് വിത്തിൻ ഡേയ്സിൽ നമുക്ക് യൂറോപ്പിലേക്ക് സാധനം എത്തിക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് റൂട്ടാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം അതിനെ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യയുടെ ഈ സൗദി അറേബ്യ വിസിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.